നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാധ ഇതുപോലൊന്ന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഐക്കണുകൾ കാണും. പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഐക്കണുകൾ ഉണ്ടാകും, ആവശ്യമില്ലാത്ത ഐക്കണുകൾ ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഐക്കണുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റൈല്, നമ്മുടെ ബാറ്ററിയുടെ സ്റ്റൈൽ, ബാറ്ററി മുകളിൽ കാണുന്ന ആ ബാറ്ററി ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കുക ഈ കടന്ന വലതു ഭാഗത്തുള്ള ഈ ബാറ്ററി സ്റ്റൈൽ മാറ്റണം. ഇതിൽ ചില ആളുകൾക്ക് പെർസെൻറ്റേജ് എത്ര ശതമാനം ബാറ്ററി ഉണ്ട് എന്ന് അറിയാൻ സാധിക്കില്ല, അതെങ്ങനെ ആഡ് ചെയ്യാം. അതുപോലെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിനകത്ത് നമ്മുടെ ഫോണിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിനകത്തുള്ള സെറ്റിങ്സ് കൊണ്ട് അത് ചെയ്യുക. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ നിങ്ങൾ ഒരുപാട് ഫീച്ചറുകൾ കണ്ടിട്ടുണ്ടാകും, എന്നാൽ നിങ്ങളുടെ ഫോണിനകത്തും അത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ സ്റ്റാറ്റസ് ബാർ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റാറ്റസ് ബാർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് ബാർ എന്ന് തന്നെ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്ഷൻസിൽ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലോട്ട് വരാം. ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ എന്നാണ്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറുകളുടെ എണ്ണമാണോ കാണിക്കേണ്ടത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഐക്കണുകളാണോ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുകളിൽ കാണിക്കേണ്ടതെന്നാണ്. ഇവിടെ ഷോ ഐക്കൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് വന്നാൽ ഏറ്റവും മുകളിൽ നമ്മുടെ ഫോൺ ഇവിടെ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഐക്കണാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് ഷോ നമ്പറാണെങ്കിൽ നമ്പർ മാത്രം കാണിക്കും, എത്ര മെസ്സേജ് വന്നു എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഷോ ഐക്കൺ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഐക്കണും കാണിക്കേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും താഴെ ഡു നോട്ട് ഷോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഷോ ഐക്കൺ എന്നുള്ള ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ ബാറ്ററി സ്റ്റൈലാണ്. നമ്മുടെ ബാറ്ററി പലപ്പോഴും ചില ആളുകളുടെ ഫോണിൻ്റെ ബാറ്ററി ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും, ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നുകൊണ്ടായിരിക്കും. ചില ഫോണിനകത്ത് വെർട്ടിക്കൽ സ്റ്റൈലിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം, എൻ്റെതൊക്കെ ഇവിടെ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം വെർട്ടിക്കൽ, സൈസ് ഏത് കോലത്തിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഏത് രീതിയിലാണെന്ന് വലതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വലതു ഭാഗത്തുള്ള ഈ ചിത്രങ്ങൾ നോക്കി ഏത് രീതിയിലുള്ള നിങ്ങൾക്ക് ബാറ്ററി സ്റ്റൈലാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം, ബാറ്ററി പെർസെൻറ്റേജ്. നിങ്ങൾക്ക് എത്ര ശതമാനം ബാറ്ററി തീർന്നു എന്ന് ആ ബാറ്ററിക്ക് അകത്ത് തന്നെ ശതമാനം കാണിക്കണോ, ബാറ്ററിക്ക് പുറത്ത് കാണിക്കണോ, ഇനി നിങ്ങൾക്ക് അത്തരത്തിൽ പെർസെൻറ്റേജ് കാണിക്കേണ്ട എന്നാണോ എന്നിവിടെ മൂന്നാമത്തെ ഓപ്ഷനിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏറ്റവും മുകളിലാണ് 100% ബാറ്ററിക്ക് അകത്താണ് എത്ര ശതമാനം ബാറ്ററി തീർന്നു എന്ന് കാണിക്കേണ്ടതെന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ താഴെ ഭാഗത്തേക്ക് വരിക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ ബാറിൽ ആവശ്യമുള്ള സാധനങ്ങളെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബ്ലൂടൂത്ത് ഉണ്ട്, അതുപോലെ തന്നെ വൈഫൈ ഉണ്ട്, സൈലൻറ്റ് മോഡുണ്ട്, ഇയർഫോൺ ഉണ്ട്, അലാം ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ സേവിങ്, ഹൈ പെർഫോമൻസ്, VPN എല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് ഷോ ചെയ്യേണ്ടത്, നോട്ടിഫിക്കേഷനകത്ത് കാണേണ്ടതെങ്കിൽ അതെല്ലാം ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഏതൊക്കെയാണോ വേണ്ടാത്തതെങ്കിൽ അതെല്ലാം ഈ ഭാഗത്ത് വലതു ഭാഗത്ത് കാണുന്ന ബട്ടൺ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള നോട്ടിഫിക്കേഷൻ ബാറിൽ ഈ ഡാറ്റകളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഏറ്റവും താഴെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളുടെ വരുന്ന നോട്ടിഫിക്കേഷൻസ് കാണിക്കേണ്ടത്, നമ്മുടെ ലോക്ക് സ്ക്രീനിൽ കാണിക്കണോ, അതിൽ ഏറ്റവും മുകളിൽ ബാനറിലായിട്ട് കാണിക്കണോ, അതിനകത്തുള്ള ചിത്രങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേതാണോ വേണ്ടത് അതിനകത്ത് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.